Hi all, welcome to Tech PSC. Assistant Programmer in State Planning Board, Computer Programmer in Mathsifat, Assistant Manager IT, Manager IT എന്നീ തസ്തികകളുടെ പരീക്ഷ വരുന്നത് മെയ് 20, 2026 അപ്പോൾ ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ലഭിച്ച് ആദ്യ റാങ്കിൽ എത്താൻ സഹായിക്കുന്ന കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളൊരു ബിഗിനർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആവറേജ് ലേണറോ ആക്റ്റീവ് ലേണറോ ആയാലും നിങ്ങളുടെ റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ കാറ്റഗറി നമ്പർ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യാം. അസിസ്റ്റന്റ് പ്രോഗ്രാമർ ഇൻ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് കാറ്റഗറി നമ്പർ വരുന്ന 442/2025, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഇൻ മത്സ്യഫെഡ് കാറ്റഗറി നമ്പർ 460/2025, മാനേജർ IT മത്സ്യഫെഡ് 609/2025, ദെൻ അസിസ്റ്റന്റ് മാനേജർ IT മത്സ്യഫെഡ് കാറ്റഗറി നമ്പർ 614/2025. എക്സാം ഡേറ്റ് മറക്കരുത്. എക്സാം ഡേറ്റ് വരുന്നത് 20/5/2026 ആണ്. ഡേറ്റ് ഓഫ് കൺഫർമേഷൻ 27/2/2026 മുതൽ 18/3/2026 വരെ കൊടുക്കാം. മാർച്ച് 18 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് കൺഫർമേഷൻ വരുന്നത്. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് ഓഫ് കൺഫർമേഷൻ വരെ നോക്കിയിരിക്കാതെ അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ്സ് എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കുക. ഇനി ഇതിന്റെ ഒരു സിലബസിന്റെ ഓവർവ്യൂ കൂടി നമുക്ക് നോക്കാം. നമുക്ക് മൊത്തത്തിൽ 8 മൊഡ്യൂളാണ് വരുന്നത്. ആദ്യത്തെ മൊഡ്യൂൾ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് 12 മാർക്കിന്റെ മൊഡ്യൂളാണ്. ദെൻ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം 14 മാർക്കും, ഡേറ്റ സ്ട്രക്ചർ ആൻഡ് പ്രോഗ്രാമിംഗ് ഇൻ C 12 മാർക്കും. നാലാമത്തെ മൊഡ്യൂൾ വരുന്നത് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ത്രൂ C++ ജാവ 12 മാർക്കാണ്. ദെൻ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം 12 മാർക്കിന്റെ മൊഡ്യൂളാണ്. ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ ആൻഡ് വെബ് പ്രോഗ്രാമിംഗ് 12 മാർക്കും. ഏഴാമത്തെ മൊഡ്യൂൾ വരുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് പ്രോഗ്രാമിംഗ് 14 മാർക്കിന്റെ മൊഡ്യൂളാണ്. ദെൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് 12 മാർക്കിന്റെ മൊഡ്യൂളാണ്. ഇതാണ് സിലബസിന്റെ ഒരു ഓവർവ്യൂ വരുന്നത്. അപ്പൊ ഇനി നമുക്ക് കേരള PSCയുടെ തന്നെ ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നിർബന്ധമായും പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പം ഈ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ സെയിം സിലബസ് ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമുക്ക് ആസ് ഇറ്റ് ഈസ് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യാവുന്നതാണ്. അത് ഏതൊക്കെ എക്സാം ആണെന്ന് നോക്കിക്കേ. ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റഡ് ഇൻ കേരള വാട്ടർ അതോറിറ്റി, പ്രോഗ്രാമർ ഇൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, പ്രോഗ്രാമർ ഇൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഇൻ കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഈ ഒരു 4 എക്സാംസിനും നമ്മുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമറിന്റെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സിലബസ് സെയിം സിലബസ് തന്നെയാണ്. അപ്പൊ നമുക്ക് 4 ഡിഫറെന്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടി. അതിൽ തന്നെ നമുക്ക് മോക്ക് ടെസ്റ്റ് ആയിട്ട് അത് പ്രാക്ടീസ് ചെയ്യാം. കംപ്ലീറ്റ് സെറ്റ് ഓഫ് നമ്മൾ കംപ്ലീറ്റ് പഠിച്ച് റിവൈസ് ചെയ്തതിന് ശേഷം നമ്മൾ മോഡൽ എക്സാംസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ 4 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നിർബന്ധമായും പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. സെയിം സിലബസ് ആണ്. അപ്പൊ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനെ 100 ക്വസ്റ്റ്യൻ വീതം കിട്ടും. അങ്ങനെ 400 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത് വരുന്നത് HSST കമ്പ്യൂട്ടർ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യാം. അതിൽ കുറച്ച് അഡീഷണൽ ടോപ്പിക്സ് വരുന്നുണ്ട്. നമ്മളെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ലാത്ത കുറച്ച് അഡ്വാൻസ്ഡ് കണ്ടന്റ്സ് വരുന്നുണ്ട്. അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഏതൊക്കെ ടോപ്പിക്കാണ് നമ്മുടെ സിലബസുമായിട്ട് ഓവർലാപ്പ് വരുന്നത്, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്ന് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിലെ ക്വസ്റ്റ്യൻസ് മാത്രം സെഗ്രിഗേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പൊ HSST കമ്പ്യൂട്ടർ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഭാഗത്ത് നിന്നാണെന്ന് നോക്കാം. ടോപ്പിക്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സെറ്റ്സ് ഉണ്ട്. റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ നമ്മുടെ ആദ്യത്തെ മൊഡ്യൂളിലെ കുറച്ച് കൺസെപ്റ്റ് വരുന്നുണ്ട്. ദെൻ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ ഉണ്ട്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, ഡേറ്റാബേസ്, ഡേറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, വെബ് ടെക്നോളജി. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ റീസെന്റ് സിലബസുമായിട്ട് ഓവർലാപ്പ് വരുന്ന കണ്ടന്റ്സ്. ഇനി അടുത്ത നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ചോദ്യ പേപ്പർ നോക്കാം. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. അതിലും നമ്മുടെ സിലബസിൽ ഓവർലാപ്പ് ഉള്ള ടോപ്പിക്ക് മാത്രം നോക്കിയാൽ മതി. അഡീഷണൽ നമ്മുടെ സിലബസ് ഇല്ലാത്ത കണ്ടന്റ്സ് വേണ്ട. നമുക്ക് വേണ്ട ഈ സിലബസിലുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ
സെറ്റ്സ്, റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് ഡേറ്റാബേസ്, ഡേറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, വെബ് ടെക്നോളജീസ് ആണ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ലെക്ചറർ ഇൻ ഇൻഫോർമേഷൻ ടെക്നോളജി, ഗവൺമെന്റ് പോളിടെക്നിക്സ് ഇൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിലും നമ്മുടെ സെയിം സിലബസ് അല്ല, സിലബസിൽ കുറച്ച് മാറ്റമുണ്ട്, എന്നാൽ ഓവർലാപ്പ് ഉള്ള ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. അപ്പൊ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആൻഡ് പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ വരുന്നുണ്ട്, മൈക്രോ പ്രോസസേഴ്സ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഡേറ്റ സ്ട്രക്ചേഴ്സ്, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, ഡേറ്റ കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് വെബ് ടെക്നോളജി. ഇത്രയും ടോപ്പിക്സ് ആണ് ഓവർലാപ്പ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ്. അതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിന്റെ ടോപ്പിക്സ് നോക്കാം. സി പ്രോഗ്രാമിംഗ്, ഡേറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് ആണ്. ഇനി അടുത്തത് വരുന്ന ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ്. അതിലും സിലബസിൽ ഒരുപാട് ഓവർലാപ്പ് വരുന്നുണ്ട്. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഡിജിറ്റൽ കമ്പ്യൂട്ടർ പ്രിൻസിപ്പിൾസ്, മൈക്രോ പ്രോസസർ, കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ത്രൂ ജാവ, ഡേറ്റ സ്ട്രക്ചർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആൻഡ് വെബ് ടെക്നോളജി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കേണ്ടത് വൊക്കേഷണൽ ടീച്ചർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്. അപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കമ്പ്യൂട്ടർ നെറ്റ്വർക്കും ആണ് അതിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഓർ ഡെമോൺസ്ട്രേറ്റർ ഓർ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. അതിലും നമുക്ക് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടോപ്പിക്സ് സെഗ്രിഗേറ്റ് ചെയ്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്രോഗ്രാമിംഗ് ഇൻ സി ആൻഡ് ഡേറ്റ സ്ട്രക്ചർ, ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്, C++ ആൻഡ് ജാവ പ്രോഗ്രാമിംഗ്, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, HTML, ജാവാസ്ക്രിപ്റ്റ് ആൻഡ് PHP, ഡിജിറ്റൽ കമ്പ്യൂട്ടർ പ്രിൻസിപ്പിൾ, കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആൻഡ് ഓർഗനൈസേഷൻ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, മൈക്രോ പ്രോസസേഴ്സ് ആൻഡ് മൈക്രോ കൺട്രോൾസ്. ഇത്രയും കാര്യങ്ങൾ ഓവർലാപ്പ് വരുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ഇൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണ്. അതിൽ ഓവർലാപ്പ് വരുന്ന ടോപ്പിക്ക് ശ്രദ്ധിക്കുക. കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, വെബ് ടെക്നോളജീസ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആണ്. ഇനി അടുത്തത് പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ ഇൻ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൊയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്, ഡയറക്ട് റിക്രൂട്ട്മെന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിൽ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ വരുന്നുണ്ട്, C ആൻഡ് C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ജാവ പ്രോഗ്രാമിംഗ്, വെബ് ഡിസൈനിങ് കൺസെപ്റ്റ് വരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോവാം. ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 എഞ്ചിനീയറിംഗ് കോളേജസ് ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 എഞ്ചിനീയറിംഗ് കോളേജസ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. ആ ഒരു എക്സാമിന്റെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ യൂസ് ചെയ്യാം. അതിലും സിലബസിൽ വ്യത്യാസമുണ്ട്. നമുക്ക് കോമൺ ആയിട്ട് വരുന്ന കൺസെപ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് വേണ്ടത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഡിജിറ്റൽ കമ്പ്യൂട്ടർ പ്രിൻസിപ്പിൾസ്, മൈക്രോ പ്രോസസേഴ്സ്, കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ത്രൂ ജാവ, ഡേറ്റ സ്ട്രക്ചർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആൻഡ് വെബ് ടെക്നോളജി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി. അതിൽ നമുക്ക് ഓവർലാപ്പ് വരുന്ന കണ്ടന്റ്സ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ, ദെൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഡേറ്റ സ്ട്രക്ചർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, നെറ്റ്വർക്കിംഗ് ആൻഡ് വെബ് ടെക്നോളജി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ സയൻസ് കൊളിഗേറ്റീവ് എഡ്യൂക്കേഷൻ ആണ് വരുന്നത്. അതിൽ വരുന്ന ഓവർലേ അപ്പ് ടോപ്പിക്സ് ഡിജിറ്റൽ സിസ്റ്റം ഉണ്ട്, മൈക്രോ പ്രോസസർ, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ, ഡേറ്റ സ്ട്രക്ചർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് വരുന്നത്. ഇനി അതർ എക്സാംസ് നമുക്ക് വേറെയും, നമുക്കിപ്പോൾ കേരള PSCയുടെ തന്നെ ഒരുപാട് പരീക്ഷകൾ സെയിം സിലബസിലുള്ള കുറെ ക്വസ്റ്റ്യൻ പേപ്പർ, 4ഓളം ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടി അല്ലെ. ഇനി സിലബസിൽ ചെറിയ വ്യത്യാസം എന്നാൽ മെജോറിറ്റി കണ്ടന്റ്സ് കവർ ചെയ്യുന്ന രീതിയിലുള്ള കേരള PSCയുടെ എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കി. ഇനി അതർ സ്റ്റേറ്റ് PSCയും അതർ എക്സാംസും ഇതുമായിട്ട് സിമിലർ ആയിട്ട് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സാംസ് നോക്കാം. UPPSC പോളിലെക്ചർ പരീക്ഷ, UPPSCയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഗേറ്റ്, ISRO സയന്റിസ്റ്റ് ബാർ എഞ്ചിനീയർ, ദെൻ കർണാടക പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ, RRB JE, ISRO ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യും. പ്രൊവൈഡഡ് നമ്മൾ എന്താണ് സെലക്ടഡ് ടോപ്പിക്സ് മാത്രം. എല്ലാ ടോപ്പിക്സും അതുപോലെ കിട്ടത്തില്ല. നമ്മുടെ സിലബസുമായിട്ട് ഓവർലാപ്പ് വരുന്ന സെലക്ടഡ് ടോപ്പിക്സിലെ ക്വസ്റ്റ്യൻസ് സെഗ്രിഗേറ്റ് ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്.
അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും സ്റ്റുഡൻസ് നോക്കേണ്ട കുറേ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി. അപ്പം നമ്മൾ എക്സാംസിന്റെ ഡേറ്റ് ഉടനെ ഉണ്ട്, എക്സാം May 20 നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഈ ഒരു കോഴ്സ് നമുക്ക് ഒരുപാട് സമയമൊന്നും കിട്ടിയില്ല, പെട്ടെന്ന് തന്നെ എക്സാം ഡേറ്റ് വന്നു. അപ്പം നമ്മുടെ തിയറി ഇൻഡെപ്ത് ആയിട്ട് സ്റ്റുഡൻസ് പഠിക്കുന്നതിനോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക എന്നുള്ളത്. അപ്പം നമ്മുടെ സ്റ്റുഡൻസിന് പഠിച്ചു കഴിഞ്ഞിട്ട് ഓരോരോ ഏതൊക്കെ പരീക്ഷയാണ് സിമിലർ സിലബസ് എന്നൊക്കെ ഒന്ന് നോക്കി കണ്ടുപിടിക്കാൻ ഒരുപാട് സമയം എടുക്കും. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻസ് സെഗ്രിഗേറ്റ് ചെയ്ത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. കേരള PSC നിർബന്ധമായിട്ട് നോക്കേണ്ടതും അതർ സ്റ്റേറ്റ് PSC ക്വസ്റ്റ്യൻസും അതർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ സോഴ്സസും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ടെക് PSC ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ക്രാഷ് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലും നമ്മൾ കംപ്ലീറ്റ് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ്, ലൈവ് ക്ലാസ്സസും ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സസും ഉണ്ട്. ഫുൾ സിലബസിന്റെ ഡീറ്റെയിൽഡ് നോട്ട്സ് PDF ഫോർമാറ്റിൽ കിട്ടും. ഫുൾ ലെങ്തിലുള്ള മോഡൽ എക്സാംസ് കിട്ടും. ടോപ്പിക് വൈസ് എക്സാംസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഇൻഡിവിജ്വൽ മെന്റർ സപ്പോർട്ട് ആൻഡ് റിട്ടൺ ടെസ്റ്റ് ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ ഇന്റർവ്യൂ ഗൈഡൻസും പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ നമുക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ട്. നമ്മുടെ എല്ലാ കോഴ്സും തന്നെ 20% ഡിസ്കൗണ്ടിൽ സ്റ്റുഡൻസിന് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ടെക് PSCയുടെ ആപ്പ് ത്രൂ തന്നെ ഡയറക്റ്റ് ആയിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.